ഇനി നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കുക പരിശുദ്ധ മാതാവിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് നമ്മുടെ വിളിയിൽ പരിശുദ്ധ അമ്മയുടെ പങ്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ടിട്ടുള്ള വചനങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും അവയെല്ലാം ഒന്നുകൂടി സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു കൂടി പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി, സ്ഥിരീകരിക്കപ്പെടുവാൻ വേണ്ടി ഡേറ്റ് പറയുകയാണ്. ഒരു വശത്ത് പരിശുദ്ധ മാതാവിനെ ലോകം പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ആരാണ് എന്നുള്ള ആഴമായ അറിവിൽ, ലോകത്തിൽ നിന്നും ഇന്നും ലോകത്തിന് അജ്ഞാതമായ, ലോകത്തിന് അറിവില്ലാത്ത വളരെ ആഴമായ അറിവിലേക്ക് സ്പിരിറ്റ് അഭിഷേകം നമ്മളെ നയിച്ചു. ഹല്ലേലൂയ. ഉത്തരവയ്ക്കപ്പെട്ട വചനങ്ങളെ തുറന്നത് സ്പിരിറ്റ് അഭിഷേകമാണ്. ഹല്ലേലൂയ. മരിച്ചവരുടെ രക്ഷയെക്കുറിച്ചും അനേകം പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഈ അഭിഷേകമാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് അഭിഷേകം തന്നെയാണ് നമ്മളെ പരിശുദ്ധ അമ്മയുടെ അഭിഷേകത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. വചനത്തിലുള്ള മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് തുറന്നു തന്നത്, നമുക്ക് പരിശുദ്ധ അമ്മയെ വെളിപ്പെടുത്തി തന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞല്ലോ, അതുകൂടി ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും കർത്താവായ യേശു ലോകത്തിലേക്ക് രക്ഷകനായിട്ട് കടന്നു പോന്നു. യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയോ നിയമത്തെ ഇല്ലാതാക്കാൻ വന്നതല്ല, പൂർത്തിയാക്കാനും വന്നതാണ്. അപ്പോൾ പഴയ നിയമകാലങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണോ വ്യക്തമല്ലാതെ കിടന്നത്, അതല്ല അപൂർവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ കിടന്നത്, ഇതിനെല്ലാം പൂർണ്ണതയായി ഉത്തരമായിട്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. അപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചോളം പരിശുദ്ധ അമ്മ ആരാണ് എന്നുള്ള നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് യേശുവിൻ്റെ വചനങ്ങൾ തന്നെയാണ്. യേശു എന്തെങ്കിലും തൻ്റെ അമ്മയെക്കുറിച്ച് യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, യേശു എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ്. യേശു വെള്ളത്തെ വീഞ്ഞാക്കുന്നു. അപ്പോൾ അവിടെ കാനായിലെ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ മാതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു ചോദിക്കുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ആ സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കുക. ആ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയി. ആ കുടുംബത്തിൻ്റെ വേദനയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബമായിട്ട് വലിയ ബന്ധമുണ്ട്. മാതാവ് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പരിശുദ്ധ മറിയം മനസ്സിലാക്കുന്നു. പരിശുദ്ധ മറിയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് നേരെ പരിശുദ്ധ മാതാവ് ഓടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. അതിന് മറുപടിയായിട്ട് പറയുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനി ആയിട്ടില്ല. യേശു പറഞ്ഞു സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവപിതാവ് യേശുവിൻ്റെ സമയമോടെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതാ ഒരു യേശു വെളിപ്പെടാനുള്ള സമയമായിരിക്കുമെന്ന് പിതാവ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യേശുവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. കാരണം യേശു ഗലീലിയയിലേക്ക് വരുന്നതിന് മുമ്പ് 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥനയിൽ ആത്മാഭിഷക്തനായിട്ട് ഗലീലിയ കാനായിലേക്ക് വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നുകൊണ്ട് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യാമറിയത്തെ ഉണർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൈവാത്മാവിൻ്റെ പരിശുദ്ധ അമ്മയിലുള്ള അഭിഷേകം മാതാവിനെ ഉണർത്തി നേരെ ഓടുക യേശുവിൻ്റെ പക്കലേക്ക്. ആ ദൈവത്തിൻ്റെ ആത്മാവ് മറിയത്തെ നയിക്കുകയാണ് യേശുവിൻ്റെ അടുക്കലേക്ക്. ഓടിയെന്ന് പറയുക, വീഞ്ഞില്ല. ഉടൻ മറുപടി വന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ആ ചോദ്യം യേശുവിൽ വസിച്ച പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ ആത്മാവ് വിളിച്ച് ചോദിക്കുകയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? കാരണം ഈശോ പറഞ്ഞ വാക്കുണ്ട് യോഹന്നാൻ 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത ഇതിൽ വസിക്കുന്ന പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അതിനൊന്ന് ഏറ്റു പറയാം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് ഞാൻ ആടിയത് പറയാണ്, എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ വാക്കുകൾ സംസാരിക്കുകയാണ്.
തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. തൻ്റെ വാക്കുകൾ സംസാരിക്കുന്ന അവിടെ പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു തൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും യേശുവിൽ വസിക്കുന്ന പിതാവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിതാവിൻ്റെ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു മറിയത്തെ വിളിക്കുക, സ്ത്രീയെ എനിക്കും നിനക്കും എന്തെന്ന് വിളി. അതൊരു വലിയ അധികാരമുള്ള വിളിയായിരുന്നു, ചുമ്മാ വിളിച്ചതല്ല. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? അത് യേശുവിൽ ആത്മാവിൽ നിന്നാണ് വരുന്നത്. കാരണം യേശു ആത്മാവ് നിറഞ്ഞ് ശക്തനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിലൂടെ വിളിക്കുക, മറിയത്തെ വിളിക്കുക, സ്ത്രീയെ. അമ്മയെ നല്ല വിളിച്ച് സ്ത്രീയെ. ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേലുള്ള ആ സ്ത്രീയായ മറിയത്തിൻ്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലൂടെ ഉയർത്തുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ആരാണ് തൻ്റെ അമ്മ, ആരാണ് യേശുവിന് അറിയാം. മറ്റാർക്കും അറിവില്ലായിരിക്കാം, പക്ഷേ യേശുവിന് വ്യക്തമായിട്ട് അറിയാം തൻ്റെ അമ്മ ആരാണ്. അപ്പോൾ ആ അറിവിലാണ് യേശു വിളിക്കുന്നത്. സ്ത്രീയെ എന്ന് വിളിച്ചു. അത് പരിശുദ്ധാത്മാവ് യേശുവിനെ വിളിക്കുകയാണ്, സ്ത്രീയെ. ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു, ഇവൾ സ്ത്രീയാണ്. വീണ്ടും നമ്മൾ കാണുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണത്, 19-ാമത്തെ അധ്യായം. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യയും മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. 26 യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്ന നിമിഷത്തിൽ, കുരിശുമേൽ കടന്ന് പീഡ സഹിച്ച നിമിഷം, തൻ്റെ കുരിശ് ചുവട്ടിൽ അടുത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മ, തൻ്റെ അമ്മ ഈശോ കാണുകയാണ്. അടുത്ത് നിൽക്കുന്ന ശിഷ്യനെ ഈശോ കാണുകയാണ്. അവിടെ ശിഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശിഷ്യനെ യേശു കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ ആദ്യം തന്നെ അമ്മയോട് പറയുകയാണ്, അമ്മയെ നല്ല വിളിച്ചത്. കാരണം തൻ്റെ അമ്മ ഇതൊക്കെ ജന്മം നൽകിയ ഈ 33 വർഷക്കാലം തന്നെ സ്നേഹിച്ച് പരിപാലിച്ചതിൻ്റെ അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. താൻ ഈ ലോക ജീവിതം വിടാൻ പോകുന്നു. അവിടെ സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ് പറയേണ്ടിയിരുന്നത്, അമ്മയെ ആശ്വസിപ്പിക്കുവാൻ. അമ്മയെന്നാണ് വിളിക്കേണ്ടിയിരുന്നത്, അല്ലേ? അമ്മയെന്നാണ് വിളിക്കേണ്ടിയിരുന്നത്. പക്ഷെ അമ്മയെന്ന് വിളിച്ചില്ല. മറുപടിയും അവിടെയും സ്ത്രീയെ എന്ന് വിളിക്കുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അവിടെ യേശു മഹത്വപൂർണ്ണനാണ്. കാരണം കുരിശിൽ വിജയം വരിച്ചു കഴിഞ്ഞു. മരിക്കാൻ ഏതാനും നിമിഷം മാത്രം ശത്രുമേലെ വലിയ വിജയം വരിച്ചു. ആ നിമിഷത്തിലും വിളിക്കുക, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ആ കുരിശിൽ കിടന്നുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം യേശു ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, യേശു വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇവൾ സ്ത്രീയാണ്, ഇവൾ സ്ത്രീയാണ്, അയക്കപ്പെട്ട സ്ത്രീയാണ് ഇവൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർത്താവ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 2 പ്രാവശ്യം ഇപ്രകാരം പരിശുദ്ധ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ച യേശു. ഇത് മറ്റൊരു വചനത്തിലൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 11 11-ാമത്തെ വചനം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. എന്നിട്ട് പറയാം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. സ്നാപക യോഹന്നാൻ പ്രവാചകനാണ്. പക്ഷെ പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. നമ്മൾ പെട്ടെന്ന് ആ വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, സ്നാപക യോഹന്നാൻ ഏറ്റവും വലിയവൻ. പക്ഷെ യേശു അങ്ങനെ പറയുമ്പോഴും നാം മറുവശം ചിന്തിക്കുന്നു, യേശു പ്രവാചകനല്ല, യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ താൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കെ യേശു പറയുകയാണ്, തനിക്ക് വഴികാട്ടാൻ വന്നവൻ, തന്നെ വെളിപ്പെടുത്താൻ വന്നവൻ, അവൻ തന്നെക്കാൾ വലിയവനാണെന്ന് യേശു പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നാം ചിന്തിക്കേണ്ടത് അവിടെ. അപ്പോൾ അതിന് ഉത്തരമാണ് വചനത്തിൽ വരുന്നത്. ഈശോ പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, ശ്രദ്ധിക്കേണ്ട വാക്ക് അത്, വചനം അതാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകൻ വലിയവനാണ്. യേശു വലിയവനായിരിക്കെ
പക്ഷെ പറയാണ് സ്ത്രീകൾ ജനിച്ചവരിൽ സ്നാപകനാണ് വലിയവൻ. വാസ്തവത്തിൽ അവിടെ കർത്താവ് തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ ലോകത്തിലെ സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് മാറ്റി നിർത്തി. കാരണം അവൾ സ്ത്രീയാണ്. ഹല്ലേലൂയ. അവൾ സ്ത്രീ ആയതുകൊണ്ട് ലോകത്തിലെ സ്ത്രീകളുടെ ഗണത്തിൽ നിന്നും തൻ്റെ അമ്മയെ പരിശുദ്ധ മറിയത്തെ യേശു മാറ്റി നിർത്തി. എന്നിട്ട് പറയാണ് യോഹന്നാനാണ് വലിയവൻ. അതിൻ്റെ അർത്ഥം പരിശുദ്ധ കന്യാമറിയം ഈ ലോകത്തിലെ സ്ത്രീകളുടെ ഗണത്തിൽ പെട്ടവളല്ല എന്ന് വളരെ വ്യക്തമായിട്ട് യേശുവോട് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം എത്രയോ വലുതാണെന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ഈ 3 വചനങ്ങൾ മാത്രം മതി യേശുക്രിസ്തുവിലൂടെ സ്ത്രീയായ മറിയത്തെക്കുറിച്ച് വെളിപ്പെടുത്തലിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെ യേശു പറഞ്ഞിട്ടുള്ളപ്പോൾ ആരാണ് ഈ സ്ത്രീ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൽ തന്നെ 11-19 വചനം. അങ്ങനെ ശാപനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാം, എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു യോഹന്നാനെ കുറിച്ച് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വായിച്ച് കാണാൻ സാധിക്കും. സ്നാപകനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്നാപകൻ ഉന്നതനാണെന്ന് പറഞ്ഞിട്ട് ഒരു രഹസ്യമഴിച്ചു മറച്ചു വെച്ചു, തന്നെ മാറ്റി നിർത്തിയിട്ട് തൻ്റെ അമ്മ ഈ ലോകത്തിലെ സ്ത്രീകളെ ഗണത്തിൽപ്പെട്ടവളല്ല എന്നൊരു പ്രഖ്യാപനം നടത്തി. അവ്യക്തമായ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വണ്ണം. അതിനുശേഷം വീണ്ടും സ്നാപകനെക്കുറിച്ച് തന്നെ പറഞ്ഞ് അവസാനം യേശു പറയുകയാണ്, ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം നമ്മൾ കേട്ട വചനത്തിലേക്ക്. സ്ത്രീകളിൽ നിന്ന് ജനിച്ച പോലെ സ്നാപകനാണ് വലിയവൻ എന്ന് പറഞ്ഞ്, എന്നാൽ നാം മനസ്സിലാക്കുകയാണ് കന്യാമറിയം സ്ത്രീകൾ ഗണത്തിൽപ്പെട്ടവളല്ല, അവൾ സ്ത്രീയാണ്. അവൾ സ്ത്രീയാണ്, കാരണം യേശു ദൈവപുത്രനാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഗണത്തിൽപ്പെടാത്ത സ്ത്രീയായ മറിയം അവസാനം യേശു പറയുകയാണ്, ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ പ്രവൃത്തികൾ, ഈ സ്ത്രീ ആരാണെന്നുള്ള വെളിപ്പെടുത്തൽ, അത് ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ജ്ഞാനം കൊണ്ട് മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ജ്ഞാനമില്ല എങ്കിൽ നമുക്കിതെല്ലാം അവ്യക്തങ്ങളാണ്. എപ്പോഴും നമുക്കൊന്നും ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ജ്ഞാനം, നമ്മൾ അതിലേക്ക് വരാൻ പോവുകയാണ്. ഇനി ഇവിടെ വചനം പറഞ്ഞു, ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ ജ്ഞാനം? നമ്മളെപ്പോഴും ചിന്തിക്കും ജ്ഞാനമെന്ന് പറയുന്നത് ആഴമായ അറിവാണ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ തുറവിയാണ്, വെളിപ്പെടുത്തലാണ് ജ്ഞാനം. ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ അന്വേഷണം കടന്നു ചെല്ലുകയാണ്, സ്ത്രീയിലേക്ക് കടന്നു പോകുന്നു. 3 പ്രാവശ്യം ഈശോ പറഞ്ഞ സ്ത്രീ, ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായം 3 15-ാമത്തെ വചനം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. എന്നിട്ട് പറയാം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. നമ്മുടെ മലയാളം ബൈബിളിൽ അവൻ എന്നാണ്, പക്ഷെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അവൾ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ആദ്യത്തെ സ്ത്രീയായ ഔവ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത സൃഷ്ടിക്കപ്പെട്ട ഔവ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പിശാചിൻ്റെ സ്വരം കേട്ട് വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ കർത്താവ് ദൈവം ആദത്തോട് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? ആദം പറഞ്ഞു, നീ കൂട്ടുന്ന സ്ത്രീയാണ് എനിക്ക് തന്നത്, ഞാൻ അങ്ങനെയാണ് ഭക്ഷിച്ചത്. അപ്പോൾ അവളോട് നീ എന്താ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു. അപ്പോൾ കർത്താവ് സർപ്പത്തോട് പറയുകയാണ്, നീ ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രു ഉളവാക്കും. അവൾ നിന്റെ തല തകർക്കും. നീ അവളുടെ കുതികാലിൽ നിന്നാണ് വരേണ്ടത്, പരിക്കേൽപ്പിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്ത്രീയായ ഔവ്വ പാപത്തിൻ്റെ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതെ പ്രതിഷ്ഠയുടെ പരിശുദ്ധിയിൽ അത്രമാത്രം ശക്തിയിലാണ്. ഓർക്കണമേ, എല്ലാ ആധിപത്യങ്ങളും ആദത്തിന് കൊടുത്തു. ആദം ഒരു
ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവായിട്ട് ഇത്രമാത്രം ശക്തിയുടെ പൂർണ്ണതയിൽ ആദാമിൻ്റെ കൂടെ നിൽക്കുന്ന ഹവ്വ വഞ്ചിക്കപ്പെട്ടു. ആദാമല്ല വഞ്ചിക്കപ്പെട്ടു, ഹവ്വയാണ് വഞ്ചിക്കപ്പെട്ടത്. പക്ഷേ ഹവ്വ വഞ്ചിക്കപ്പെട്ട സർപ്പത്തിൻ്റെ സ്വരം കേട്ട് തിരിച്ചറിവില്ലാതെ, വിവേചിക്കാൻ സാധിക്കാതെ, അത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് ഹവ്വയിൽ ഉണ്ടായിരുന്നു, ആദത്തിലുണ്ടായിരുന്നു. അതുണ്ടായിരുന്നിട്ട് പോലും ഒരവസ്ഥയിൽ ഹവ്വ വീണു പോവുകയാണ്. എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ദൈവം ആ നിമിഷം തടയാതിരുന്നത്? ദൈവം എന്തുകൊണ്ട് ഹവ്വയെ തടഞ്ഞില്ല? ഹവ്വ അരുത്, നീ ചതിക്കപ്പെടുകയാണ് എന്ന് ദൈവം ഹവ്വയോട് പറഞ്ഞിട്ടുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, സംസർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ വന്യജീവിയായ സർപ്പം 3:1 പറഞ്ഞിട്ടുണ്ട്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും വെച്ച് കൗശലം വരുന്നതായിരുന്നു സർപ്പം. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സർപ്പം മനുഷ്യൻ പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഈ പറക്കുന്ന സർപ്പം അതിന് പ്രത്യേകമായിട്ടൊരു അതിൻ്റെ ആകാരം ഇതുകൊണ്ടായിരിക്കാം ഹവ്വായ്ക്ക് അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ഹവ്വ സംസാരിക്കുമായിരുന്നു, സർപ്പത്തും എല്ലാവരും സംസാരിക്കും. പക്ഷേ ഈ സർപ്പം ഒരു പ്രത്യേക ഒരു ആകൃതിയിൽ ഒരു ജീവിയായിരുന്നു. അത് പറക്കാൻ കഴിവുള്ള പ്രകാശം ഉണ്ടായിരുന്നതിന് അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സർപ്പത്തോട് ഹവ്വായ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കാണുമ്പോഴൊക്കെ വിശേഷങ്ങൾ പറയും, സംസാരിക്കും. അങ്ങനെ ആയിരുന്ന ആ സർപ്പത്തെ ഇത് കണ്ട ദുഷ്ടനായ, ചതിയനായ, അരൂപിയായ പിശാച് ആ സർപ്പത്തെ സ്വാധീനിച്ചുകൊണ്ട് ഹവ്വയോട് നുണ പറഞ്ഞപ്പോഴും ഹവ്വ തിരിച്ചറിഞ്ഞില്ല. അതിന് കാരണം ഇതാണ്, ഹവ്വയുടെ ഒരുപക്ഷെ അനിയന്ത്രിതമായ സംസർഗമായിരിക്കാം, എപ്പോഴുമുള്ള സംസാരം, എപ്പോഴും ഇങ്ങനെ ഈ മൃഗങ്ങളുമായിട്ടുള്ള ഹവ്വയുടെ എന്താണ് പറയുക, സർപ്പത്തോടുള്ള അമിതമായ ബന്ധം. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? എത്രമാത്രം ആത്മാവുണ്ടെങ്കിലും ശരി, അത് ഒരു പരിധി വിട്ടു കഴിയുമ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിർവീര്യമാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട്, നമ്മളൊത്തിരി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിഷേകം നഷ്ടപ്പെടും. നമ്മൾ ലോകത്തിൻ്റെ ഇടവകിൽ നമ്മളുടെ അഭിഷേകം ചോർന്ന് നമ്മൾ കേട്ടു. അതുതന്നെ സംഭവിക്കുകയാണ്. ദൈവത്തോടൊത്ത് ആയിരിക്കേണ്ട, ദൈവത്തെ ആരാധിക്കേണ്ട, ദൈവത്തെ സ്തുതിക്കേണ്ട, സ്നേഹിക്കേണ്ട ഒരവസ്ഥയ്ക്ക് പകരം ലോകത്തിലൂടെ സ്നേഹം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ശക്തി കുറഞ്ഞു പോവുകയാണ്. ആ വാക്കുകൾ, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരമായിട്ട് കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും നിരന്തരം സ്വാധീനിച്ച് നമ്മൾ വാക്കുകൾക്ക് നമ്മൾ കീഴ്പ്പെട്ടു പോകും, അടിമപ്പെട്ടു പോകും, നിഷേധിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഹവ്വായ്ക്ക് സർപ്പമായിട്ടുണ്ടായി. ആ സമയത്താണ് അരൂപിയായ സാത്താൻ, അത് ലൂസിഫർ മാലാഖയൊന്നുമല്ല, അരൂപിയായ സാത്താൻ അരൂപിയായിരുന്നു ആ സമയത്ത്. അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, പക്ഷെ അവൻ ദൈവത്തിനും ഒപ്പം ഉണ്ടായിരുന്നവനാണ്, മറുവശത്തുണ്ടായിരുന്നവനാണ്, ദൈവത്തിൻ്റെ എതിർവശത്തുള്ളവനാണ് അവൻ. നന്മയും തിന്മയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് നന്മ, മറുവശത്ത് തിന്മ. അപ്പോൾ ദൈവം ഉണ്ടായിരുന്നു, അന്ധകാരം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 1 നമ്മൾ വായിക്കുന്നുണ്ട്, ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. സൃഷ്ടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം എന്ന് പറയുമ്പോൾ ഇരുട്ടല്ല, അത് അന്നുണ്ടായിരുന്ന അരൂപിയായ സാത്താൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും അസൂയയോടെ സാത്താൻ കണ്ടു. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ ദാസി പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, ഓരോന്നും സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് സൃഷ്ടിക്കാൻ നോക്കി ഓരോന്നും. അതുപോലെ തന്നെ സാധിക്കുമായി ഒരിക്കലും സാധിച്ചിട്ടില്ല, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം സാധാരണ പരീക്ഷിച്ച് നോക്കി, ഒരിക്കലും അവൻ സൃഷ്ടികർമ്മം നടത്താൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് അവസാനം ദൈവം എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു, എല്ലാം മനുഷ്യന് കൊടുത്തു, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ സാത്താൻ്റെ ആലോചന എങ്ങനെ ഇതെല്ലാം പിടിച്ചെടുക്കാമെന്നുള്ളതായി, ഇതെങ്ങനെ ഇതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ സർപ്പത്തിലൂടെ അരൂപിയ സാത്താൻ ഹവ്വയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിരന്തരമായി കേൾക്കുന്ന വാക്കുകൾക്ക് ഒരുവനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലയോ? കാരണം നമ്മൾ വിശ്വസിക്കുകയാണ്, അല്ലേ? അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിച്ച് കീഴ്പ്പെട്ട് പോവുകയാണ്. നമുക്കതിനെ എതിർക്കാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ബന്ധങ്ങൾ വരികയാണ്, എതിർക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ സംഭവിക്കുകയാണ്. അതിനെയാണ് അരൂപിയ സാത്താൻ ചൂഷണം ചെയ്തത്, ഹവ്വയെ വഞ്ചിക്കുകയാണ്. അധ്യായം 3 ഉൽപ്പത്തി 3:1 വചനം, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു,
തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം ഇതാണ്, ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ദൈവം അത്രയും വലിയ സ്വാർത്ഥനാണോ എന്ന അർത്ഥത്തിലാണ് സാത്താൻ ചോദിക്കുന്നത്, അരൂപിയായ സാത്താൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സ്ത്രീ പറയുകയാണ്, സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അതിന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. അത്തിയിൽ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അപ്പോൾ പിശാച് ഒരു കുടുക്കിട്ട് കൊടുത്തു. ചോദിക്കുകയാണ്, സർപ്പം ചോദിക്കുന്നു, ഒരു വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടമെന്ന് പറയുന്നൊരു തോട്ടം ഉണ്ടായിരുന്നു, ഭൂമിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഏദൻ തോട്ടം, ഏദൻ എന്ന് പറയുന്ന, അല്ലെ പർദീസ എന്ന് പറയുന്ന സ്വർഗീയ ഇടവുമുണ്ട്. ഇത് രണ്ടുമുണ്ട്. അപ്പോൾ ഈ വൃക്ഷങ്ങളും പഴങ്ങളും നിൽക്കുന്ന ഏദൻ തോട്ടത്തിലാണ്, ഭൂമിയിലുള്ള ഏദൻ തോട്ടമാണ് അത്. അവിടെയാണ് ദൈവമായ കർത്താവ് ഈ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഭക്ഷിക്കരുത് തോട്ടത്തിലെ വൃക്ഷങ്ങൾ എന്ന് പറയുക. നമുക്കറിയാം, ഇവരെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ആത്മീയരായിട്ട് മാറി, രൂപാന്തരപ്പെട്ടു. ഇവർക്ക് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും വരാം. അതായത് അവരുടെ അവസ്ഥ ഏതായിരുന്നു? എല്ലാ അധികാരവും കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർവ്വം പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നോക്കണമേ, ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹവ്വായിക്ക് ഒരു തിരിച്ചറിവ് ലഭിക്കുകയാണ്. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യകരമാണ്, അത് കണ്ണിന് കൗതുകകരമാണ്, അത് അറിവേകാൻ കഴിയുമെന്നതിന് അഭികാമ്യമാണ് എന്നവൾ കണ്ടു, മനസ്സിലായി. തിന്മയുടെ വിഷം ഉള്ളി കയറി കഴിഞ്ഞപ്പോഴേക്കും ദൈവം പറഞ്ഞു കൊടുത്തൊക്കെ മറന്നുപോയുടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ശക്തിയെല്ലാം അത് നശിപ്പിച്ച് കളഞ്ഞു. തിന്മയുടെ ആ രൂപിയുടെ സ്വാധീനം അവിടെ ബുദ്ധിയുടെ തലത്തിൽ, മനസാക്ഷിയുടെ തലത്തിൽ, അവിടെ ഇന്ദ്രിയങ്ങളെല്ലാം കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കിട്ടിയേ പറ്റും. മറ്റൊക്കെ നമ്മൾ പറയും ഭയങ്കരമായ കൊതി ഉണ്ടാവുമെന്ന് പറയും. അത് കിട്ടാതെ പറ്റില്ല, അല്ലെങ്കിൽ അതിനോട് ആസക്തി ഉണ്ടാവുക, അത് എടുത്തേ പറ്റൂ, പ്രാപിച്ചേ പറ്റൂ, നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്രകാരം ഒരു അവസ്ഥയിലേക്കാണ് അവ വീണുപോയത്. പിന്നെ അവൾക്ക് നിയന്ത്രിക്കാനേ പറ്റില്ല. കാരണം അവിടെ കേട്ട കാതുകളിലൂടെ കേട്ട ആ ശബ്ദത്തിലൂടെ നുണയനായ പിശാച് ഒഴുക്കിയ വിഷം, ചതിയുടെ വിഷം, അതാ അവൾ പറഞ്ഞത് സർവ്വം വഞ്ചിച്ചു എന്ന് പറഞ്ഞത്. നമുക്കറിയാം, വഞ്ചിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എത്രയോ ദയനീയമൊരവസ്ഥയാണ്. വിശ്വസിച്ച ഒരാൾ ചതിക്കുക, പറയാം വഞ്ചിക്കപ്പെട്ടു. ചില ആൾക്കാർ പറയില്ല, ഞാൻ എൻ്റെ ഇത്ര ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് വിശ്വസിച്ച് കൊടുത്ത ഒരു രേഖയൊന്നുമില്ല, അപ്പം അയാൾ കൈ കഴുകി, പൈസ തരത്തില്ല. വഞ്ചിക്കപ്പെട്ടു പോയി. ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വണ്ണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പറയുക, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയി. ഇവിടെ ഒരു സർപ്പത്തിൻ്റെ വയലിൽ നിന്ന് ഒഴുകിയ വിഷം ഇതാ ഹവ്വായുടെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ആസക്തിയായി, അത് പറിച്ചു തിന്നേ പറ്റൂ, ദൈവത്തെ ലംഘിച്ചേ പറ്റൂ, നിയമം ലംഘിച്ചേ പറ്റൂ. അവിടെ പിന്നെ ഒന്നിനും, ഒരു അഭിഷേകത്തിന്, ഒരു ശക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ദുഷ്ടന്റെ നുണ, വ്യാജം, അവൻ്റെ വിഷം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെ ജയിക്കാൻ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. വളരെ അപകടകരമാണത്. പാപത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ കടന്നു വന്നു കഴിയുമ്പോൾ ആ സാഹചര്യത്തിലൂടെ പിശാച് കൊണ്ടിരുന്ന വിഷം നമ്മുടെ ബുദ്ധിയുടെ തലത്തിലോ മനസ്സാക്ഷിയിലോ ഒക്കെ കയറി പിടിച്ചു കഴിയുമ്പോൾ ഇതിന് നമുക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ അവൾ പറിച്ചു തിന്നു. രണ്ടാമതായിട്ട് അവൾ എന്ത് ചെയ്തു? അതുകൊണ്ട് തൻ്റെ ഭർത്താവിന് കൊടുക്കുകയാണ്, ആദത്തിന് കൊടുക്കാൻ വരികയാണ്. അപ്പോൾ ആദത്തോട് പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴമാകട്ടോ ഇത്. അത് ബൈബിളിലില്ല, നമുക്കറിയാം, നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്നോട് സർപ്പം പറഞ്ഞു, അത് പറിച്ചു തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് തിന്നു നോക്കാം. ഞാൻ തിന്നു, നീ ഒരെണ്ണം തിന്നെ. അതും ചോദിച്ചു വേണം, തിന്നണോ? ദൈവം പറഞ്ഞതല്ലേ അത്, നമുക്ക് തിന്നുന്നത് ശരിയല്ലല്ലോ, നമ്മൾ കഴിക്കാനും അരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. ഈ സർപ്പം എന്നോട് പറഞ്ഞു നമ്മൾ ദൈവത്തെ പോലെ ആകും, നമ്മൾ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ ഒരു നിയമമാണത്, നമുക്ക് ദൈവത്തെ പോലെ ആകണ്ടേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദം അത് ഭക്ഷിച്ചു. അതിന് കാരണം ഇതാണ്, ആദം ഏകനായിരുന്നപ്പോൾ ആദത്തിന് ദൈവം എല്ലാമായിരുന്നു. അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചവനാണ്. ഏതും തോട്ടമെല്ലാം അവൻ സംരക്ഷിച്ചു പരിപാലിച്ചു. പക്ഷെ തൻ്റെ പങ്കാളിയായിട്ട് ഹവ്വയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ
പിന്നെ അവൻ്റെ നിമിഷങ്ങളും സാഹചര്യമെല്ലാം അവോടൊത്തായി, ദൈവത്തോടൊത്തല്ല. അവോടൊത്താണ് പിന്നെയുള്ള ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ അവൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം മുഴുവൻ അവലേക്ക് ഒഴുകാൻ തുടങ്ങി. അവ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വലിയൊരു ഇടിവ് അവത്തിന് സംഭവിച്ചു. കൂടുതലായിട്ട് അവയെ സ്നേഹിക്കാൻ തുടങ്ങി. അവിടെ അവയുടെ അഭിപ്രായങ്ങൾക്കും അവയുടെ ഇഷ്ടത്തിനും ഒക്കെ അവൻ വില കൽപ്പിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടത്തേക്കാൾ അധികമായിട്ട്. അങ്ങനെ ആദം അവിടെ വീണു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടുപേര് വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് ദൈവം അന്ന് സായാഹ്നമായപ്പോൾ തോട്ടത്തിൽ വരുന്നു. അവിടെ തോട്ടത്തിൽ ഉലാത്തുകയാണ്. അവിടുന്ന് 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം അവർ കേട്ടു. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ് പറഞ്ഞത്. 7-ാമത്തെ വചനം, ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു, അത്തിയിലകൾ കൂട്ടിത്തന്നി അവർ അരക്കച്ചയുണ്ടാക്കി. ഹല്ലേലൂയ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഒരു മരത്തിൻ്റെ കാ പറിച്ച് തിന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ കണ്ണുകൾ തുറന്നു വന്നും തങ്ങൾ നഗ്നനാണെന്ന് അറിഞ്ഞു അവർ അത്തിയില ഇലയെടുത്ത് അരക്കച്ച ഉണ്ടാക്കി. ഞാൻ പറഞ്ഞിരുന്നു, ദൈവമായ കർത്താവ് മണ്ണിൽ നിന്നാണ് അവരെ മെനഞ്ഞെടുത്ത് ജീവശ്വാസം ഊതി അവർ മനുഷ്യനായിട്ട് മാറി. പക്ഷെ കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയിലാക്കിയപ്പോൾ, അത് ആത്മീയ തലമാണ് പ്രതീക്ഷ എന്ന് പറയുക, സ്വർഗീയടമാണ് പ്രതീക്ഷ എന്ന് പറയുക. അവിടെ ശരീരത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ദൈവം അവരുടെ ശരീരത്തെ ആത്മീയ ശരീരമാക്കി മാറ്റിയിരുന്നു. ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് നിമിഷത്തിലും പ്രതീക്ഷയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പ്രതീക്ഷ പോകാൻ സാധിക്കും. കൊരിന്ത്യർ 15:50 മുതൽ 15 നമ്മൾ വായിക്കുന്നുണ്ട്. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണെമ്മയ്ക്കുന്നത്ര വേഗത്തിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരങ്ങൾ ആത്മീയ ശരീരങ്ങളായിട്ട് മാറും പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനം സംഭവിക്കാൻ പോകുന്ന ആ പ്രക്രിയ ആദ്യം സംഭവിച്ചിരുന്നു. ഹല്ലേലൂയ. അത് ആദത്തിന് ഹവ്വയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് നിമിഷത്തിലും സ്വർഗീയ ഇടങ്ങളായിരിക്കാം, അവർക്ക് ഭൂമി വരാം. അദ്ദേഹം അവർക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. ശരീരം വെളിപ്പെട്ടിരുന്നില്ല, ആത്മാവാണ് അവരുടെ ആത്മാവ് വെളിപ്പെട്ടിരുന്നത്. അവരുടെ ആത്മാവാണ്, ആന്തരിക മനുഷ്യനാണ് അവർ രണ്ടുപേർക്കും വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കപ്പെട്ടെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം വെളിപ്പെട്ടു. അതുവരെ വെളിപ്പെട്ടിരുന്ന ആത്മാവ് മറഞ്ഞുപോയി, ശരീരത്തിൽ മറഞ്ഞ് ശരീരം പുറത്തു വന്നു. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ എളുപ്പമാർഗം മത്തായി 17 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു മലമുകളിൽ രൂപാന്തരപ്പെടുന്ന സമയം അവിടെ യേശുവിൻ്റെ മുഖം സൂര്യ തേജസ്സോടെ ജ്വലിച്ചുവെന്നും അവൻ്റെ വസ്ത്രങ്ങൾ ധവളമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ ആത്മാവാണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ടത് സ്പിരിറ്റ് ഇൻ ജീസസ് ആണ് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. കാരണം സൂര്യപ്രകാശം പോലെ ജ്വലിക്കുന്ന യേശുവിനെ ശിഷ്യന്മാർ കാണുകയാണ്, 3 പേര് കാണുകയാണ്. യേശുവിൻ്റെ ആത്മാവിനെ അവർ കാണുക. ശരീരമല്ല അവർ കണ്ടത്, ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മാവ് അത് എത്രമാത്രം പരിശുദ്ധമാണ്, എത്രമാത്രം സൂര്യതേജസ്സിനേക്കാൾ അത് പ്രഭയുള്ളതാണെന്ന് അവർ കാണുകയാണ്. അത് യേശുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിലാണ് ആത്മാവ് മറഞ്ഞിരുന്നത്. അതുവരെ ആരും കണ്ടില്ല. പക്ഷേ 3 പേർക്ക് മാത്രം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേര് മാത്രം കണ്ടു. പ്രിയപ്പെട്ടവരെ, ആദത്തിനും ഹവ്വയ്ക്കും അവരുടെ ആത്മാവ് അതുവരെ അവർ ആന്തരിക മനുഷ്യരായിരുന്നു, ആത്മീയ മനുഷ്യരായിരുന്നു. കാരണം അവർ ദൈവത്തെ പോലെയായിരുന്നു അവരെ. പക്ഷെ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാവ് ശരീരത്തിൽ മറയപ്പെടുകയും ശരീരം വെളിപ്പെടുകയും ചെയ്തു. ആമേൻ. അപ്പോഴാണ് തങ്ങളുടെ ശരീരം കാണുന്നത്, തങ്ങൾ നഗ്നരാണെന്ന് ബോധ്യം വരുന്നു. അവർ അത്തിയിലകൾ കൂട്ടി തുന്നി അരക്കച്ച ഉണ്ടാക്കും.